വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ഹാജരായത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു. പോലീസിന്റെ മൊഴിയെടുപ്പ് നടക്കാണല്ലോ എൻ്റെ, അപ്പൊ അതില് അവർ പറയുമായിരിക്കും. അതിനുശേഷം വിശദമായ കാര്യങ്ങൾ പറയാം. അല്ല, ഞാൻ അന്നും പറഞ്ഞല്ലോ, ഏതൊരു അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണ്. നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനീസ് അലി ചേരുന്നുണ്ട്. അനീസ്, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? അന്വേഷണത്തിന്റെ വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ IC ബാലകൃഷ്ണൻ ഇപ്പോഴും AR ക്യാമ്പിൽ തന്നെയാണുള്ളത്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ND അപ്പച്ചൻ അതുപോലെ തന്നെ KK ഗോപിനാഥൻ എന്നീ 2 പേരെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെയോടുകൂടി അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ അവരെ പുറത്തേക്ക് വിട്ടിരുന്നു. ഇന്നിപ്പോൾ IC ബാലകൃഷ്ണൻ ഇന്നാണ് ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാവുന്നത്. ഈ 3 പേർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. NM വിജയന്റെ ആത്മഹത്യയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കുറിപ്പിൽ ഈ ആളുകളുടെ പേരുണ്ട് എന്ന തരത്തിലാണ് കേസ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കത്ത്, പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നത് ഈ കത്ത് NM വിജയൻ എഴുതിയ അവസാന മരണക്കുറിപ്പല്ല. മരണക്കുറിപ്പായി പുറത്തു വന്നിട്ടുള്ള കത്ത് കുടുംബത്തിന് എഴുതിയതാണ്. അതിൽ ഇവരുടെയോ പേരോ അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ചോ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ സൂചനകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കെതിരായ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് അവർ വാദിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ IC ബാലകൃഷ്ണൻ പറഞ്ഞത് ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്ന നിലയാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള. തങ്ങളുടെ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകൻ NM വിജയൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കും. മാത്രമല്ല, ഇതിന്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണം ഉയർന്നത് MLA ആയ തനിക്കെതിരെയാണ്. അതുകൊണ്ട് താൻ ആദ്യഘട്ടത്തിൽ അന്വേഷണമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, തങ്ങളെ പ്രതി ചേർക്കുന്നതിന് മുമ്പ് നേരിട്ട് ജില്ലാ പോലീസ് മേധാവിയോട് അങ്ങോട്ട് ചെന്ന് കേസ് നൽകുകയും ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ഒളിച്ചോടുകയില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിന് മുമ്പ് ഹാജരാകുന്നതിന് തൊട്ട് മുമ്പായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ഇദ്ദേഹത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചനോടും KK ഗോപിനാഥനോടും ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന സന്ദർഭത്തിൽ 3 പേർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ച ആ സന്ദർഭത്തിൽ പറഞ്ഞിരുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാവണം, 3 ദിവസം തുടർച്ചയായി ഹാജരാവണമെന്ന് അറിയിച്ചിരുന്നു. അതേസമയം IC ബാലകൃഷ്ണൻ നിയമസഭാ അംഗമായതുകൊണ്ട് നിയമസഭ നടക്കുന്നതിനാൽ അദ്ദേഹത്തിന് ചില ഇളവ് നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യം പരിഗണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യണമെന്ന് ഇന്നാണ് അദ്ദേഹം സൗകര്യം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. തുടർച്ചയായ 3 ദിവസം തന്നെ ആയിരിക്കും ചോദ്യം ചെയ്യൽ. അതിനുശേഷം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് പുറത്ത് ജാമ്യത്തിൽ വിടാനാണ് സാധ്യത. ശരി അനീസ് അലി.